Hello friends, ടെക്നിക്കിന്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ ഇൻഫിനിക്സ് S5 Pro ആണ്. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ ഒരു വിധം എല്ലാ സ്മാർട്ട് ഫോൺസിലും വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ തികച്ചും പോപ്പുലറായ ഒരു ബ്രാൻഡാണ് ഇൻഫിനിക്സ്. കാരണം അവരുടെ ഫോൺസ് എല്ലാം നല്ല ഒരു ക്യാമറ ആസ്പെക്റ്റും ഹാർഡ്വെയർ ആസ്പെക്റ്റും ഒക്കെ തന്നെ തരാറ് വളരെ കുറഞ്ഞ പ്രൈസ് സെഗ്മെൻറ്റിൽ. അപ്പോൾ ഇത്തവണ ഇൻഫിനിക്സ് ഇറക്കിയ ഒരു ഫോണാണ് S5 Pro. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പടത്തിൽ തന്നെ കാണാം, പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ബിലോ 10,000 പ്രൈസ് സെഗ്മെൻറ്റ് പോപ്പപ്പ് സെൽഫി ക്യാമറ വരുന്നത്. സാധാരണ പോപ്പപ്പ് സെൽഫി ക്യാമറ നമ്മൾ 15,000 പ്രൈസ് സെഗ്മെൻറ്റ് താഴെ കണ്ടിട്ടുണ്ട് ഓണറിൻ്റെ ഡിവൈസിലെല്ലാം. പക്ഷേ 10,000 താഴെ ആദ്യമായിട്ടാണ് പോപ്പപ്പ് സെൽഫി ക്യാമറ വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഇൻഫിനിക്സ് ആയിരുന്നു ആദ്യമായിട്ട് പഞ്ച് ഹോൾ ക്യാമറ ഇറക്കിയത് ബിലോ 10,000. അതായത് ഡിസ്പ്ലേനകത്തുള്ള പഞ്ച് ഹോൾ ക്യാമറ ഇറക്കിയത് ഇൻഫിനിക്സ് തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ഇറക്കുന്നത് പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് ബിലോ 10,000. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. പോപ്പപ്പ് സെൽഫി ക്യാമറ 6GB റാം 4GB റാം 64GB സ്റ്റോറേജ് DTS സൗണ്ടും ഇൻക്ലൂഡഡ് ആണ്. ബോക്സിന് പുറകിൽ നമുക്ക് സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. വരുന്നത് 16 മെഗാപിക്സൽ പോപ്പപ്പ് AI ക്യാമറ, ട്രിപ്പിൾ റിയർ ക്യാമറയാണ്, 48 മെഗാപിക്സൽ, 6.53 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇത് ഫുൾ HD ആണ്. ഫുൾ വ്യൂ ഡിസ്പ്ലേ ബേസ്ഡ് ഓൺ Android 10, 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഹീലിയോ P35 ഒക്ടകോ പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ഡിവൈസാണ്. അപ്പോൾ ഇത്രയാണ് ഡിവൈസിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട്സ് വരുന്നത്. അപ്പോൾ പ്രൈസ് മിക്കവാറും 10,000 ആവാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മേളിൽ കാണുന്നത് ഇൻഫിനിക്സ് S5 Pro ആണ്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്ക് പാനലിൽ തന്നെ ക്യാമറ യൂണിറ്റിൻ്റെ ഡിസൈൻ കാണാം. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം. ഇത് 48 മെഗാപിക്സൽ ട്രിപ്പിൾ റിയർ ക്യാമറയാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള പേർപ്പിൾ വേരിയൻ്റാണ്. വേറെ ഏതൊക്കെ കളറുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ സാർ വാല്യൂ മെൻഷൻ ചെയ്തിട്ടില്ല. ആക്ച്വലി സാർ വാല്യൂ ലെസ് ദാൻ 1.6 ആണെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമുക്കിതൊന്ന് മാറ്റാം. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട് ഇതിനകത്ത്. 2 സിം കാർഡും ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഉണ്ട്. മുകളിൽ പോപ്പപ്പ് സെൽഫി ക്യാമറയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറയാം. ബോട്ടം പാനലിലാണെങ്കിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ടും 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഫോണിൻ്റെ ഇതിൻ്റെ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റിക്കർ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഫുൾ വ്യൂ ഡിസ്പ്ലേ. നമുക്ക് ഈ ഫോൺ ബൂട്ട് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് പിന്നെ വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്. സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അഡാപ്റ്ററാണ്. അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് നമുക്ക് നോക്കാം. 5 വോൾട്ട് 2 ആംപിയർ, അതായത് സ്റ്റാൻഡേർഡ് 10 വാട്ട് ചാർജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു TPU കേസാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി TPU കേസാണ് വരുന്നത്. പിന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ് വരുന്നത്, യൂസർ മാനുവൽ. പിന്നെ ഒരു സ്ക്രീൻ ഗാർഡും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡിഫോൾട്ട് സ്ക്രീൻ ഗാർഡ് ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് 6.53 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ. ഇൻഫാക്റ്റ് 6.53 ഫുൾ HD+ നോച്ച് ഇല്ലാത്ത ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് പോപ്പപ്പ് സെൽഫി ക്യാമറയാണ്. പിന്നെ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറയാം. ഫുൾ HD ആണ്. പിന്നെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. വ്യൂവിംഗ് ആംഗിൾസ് അത്യാവശ്യം കുഴപ്പമില്ല. ഒരു IPS LCD പാനലാണ്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആയിട്ട് നമ്മൾ AMOLED ഒന്നും എക്സ്പെക്റ്റും ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. സോഫ്റ്റ്വെയറിനകത്ത് വരുന്നത് Android 10 ആണ് അവിടുത്തെ ബോക്സ് വരുന്നത്. XOS 6.0 ആണ് ഇത് വരുന്നത്. അപ്പോൾ Android 10 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എബൌട്ട് ഫോൺ അല്ലെങ്കിൽ മൈ ഫോണിൽ പോയി കഴിഞ്ഞാൽ 4GB റാം 64GB സ്റ്റോറേജ്, 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ, 48 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറ, ഹീലിയോ P35 ഒക്ടകോ പ്രോസസ്സർ, 2.3 GHz, 4000 mAh കപ്പാസിറ്റി ബാറ്ററി, പിന്നെ ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, Android 10. അപ്പോൾ ഇത്രയാണ് ഫോണിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. XOS 6 ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സും കാണാം. നമ്മൾ ഇൻഫിനിക്സ് സ്മാർട്ട് ഫോൺ ഓൾറെഡി യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണൽ വരുന്ന ഒരു UI ആണ്. ആക്ഷൻ ജസ്റ്റേഴ്സ്, പിന്നെ സപ്പോർട്ട് ഫോർ തീംസ്, സ്മാർട്ട് പാനൽ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റിലേക്ക് പോകാം, പോപ്പപ്പ് സെൽഫി ക്യാമറ. അപ്പോൾ നമ്മൾ ആദ്യം ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ക്യാമറ UI നോക്കുമ്പോൾ നമുക്ക് ടിപ്പിക്കൽ ഇൻഫിനിക്സ് UI ആണ്. കാര്യമായ ചേഞ്ച് ഒന്നും ഇവിടെ ഇല്ല. വീഡിയോ റെക്കോർഡിംഗ് 1080p റെസൊല്യൂഷനാണ്. ഇവിടെ 48 മെഗാപിക്സൽ മോഡ് കാണാം. അതൊരു പുതിയതാണ്, കാരണം ഇത് 48 മെഗാപിക്സൽ സെൻസറാണ് വരുന്നത്. പിന്നെ ബ്യൂട്ടി മോഡ്, AI ക്യാം, അങ്ങനെ ബൊക്കെ എല്ലാ ഓപ്ഷൻസും തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്കിതിൻ്റെ പോപ്പപ്പ് സെൽഫി ക്യാമറ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോപ്പപ്പ് സെൽഫി ക്യാമറ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് പോപ്പപ്പ് സെൽഫി ക്യാമറ മെക്കാനിസം. അപ്പോൾ നിങ്ങൾക്ക് കാണാം പോപ്പ് ക്യാമറ തുറക്കുമ്പോൾ ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാണാം.
അപ്പോൾ വളരെ നല്ല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറ അത്യാവശ്യം ഫാസ്റ്റാണ്, ക്യാമറ കുഴപ്പമില്ല, നമ്മൾ യൂസ് ചെയ്തതിൽ വലിയ ഇഷ്യൂസൊന്നും കണ്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് പോപ്പപ്പ് സെൽഫി ക്യാമറ ഇരിക്കുന്നത് പൊങ്ങി ഇരിക്കുമ്പോൾ. അപ്പോൾ മെയിൻ ക്യാമറേൻ്റെ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പോപ്പപ്പ് സെൽഫി ക്യാമറയും ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ്ങും പിന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കാണാം. അപ്പോൾ ഇത്രയാണ് ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫിനിക്സ് S5 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇവിടെയും. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് S5 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഫുൾ HD+ റെസൊല്യൂഷനുമാണ്. അപ്പോൾ ഒരു ദിവസത്തിലേറെ തീർച്ചയായും നമുക്ക് കിട്ടും. കാരണം ഇൻഫിനിക്സ് സ്മാർട്ട് ഫോൺസ് പൊതുവെ ബാറ്ററി ലൈഫിലും കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് S5 Proൻ്റെ ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. Have a great day.